ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെറ്റാണ്, പൈത്തണിലുള്ള സെറ്റ്. സെറ്റ് നമ്മൾ ഓൾറെഡി പറയുന്നതിൻ്റെ കൂട്ട് തന്നെ സെറ്റ് സാധാ സെറ്റ് പോലെ തന്നെയാണ്. നമ്മൾ സെറ്റ് നമ്മൾ മാത്തമാറ്റിക്സ് ക്രിയേറ്റ് ചെയ്യാൻ സ്ക്വയർ ബ്രാക്കറ്റ് ആണ് കർലി ബ്രേസസ് ആണ് ഉപയോഗിക്കുന്നത്. അതേപോലെ കർലി ബ്രേസസും ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, സെറ്റിൽ നമ്മൾ സാധാരണയായിട്ട് നമുക്ക് ഏത് ടൈപ്പ് എലമെന്റ്സ് വേണമെങ്കിലും സ്റ്റോർ ചെയ്യാം. സ്ട്രിങ് ആണെങ്കിൽ നമ്മൾ സിംഗിൾ കോഡ്സോ ഡബിൾ കോഡ്സോ ഉപയോഗിച്ച് ചെയ്യുക. നമ്പേഴ്സ് ആണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കുക, നേരെ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇങ്ങനെ വേണം. ഇപ്പൊ ഞാൻ ഡയറക്ഷൻസ് പറഞ്ഞൊരു സെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് ആ ഡയറക്ഷൻസ് പ്രിന്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി എനിക്ക് ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് മെത്തേഡ് ഉപയോഗിക്കാം. സെറ്റ് മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ സെറ്റ് എന്ന് പറയുന്ന ആ മെത്തേഡ് ആകുമ്പോൾ ഇവിടെ രണ്ട് ഫംഗ്ഷൻ പോലെ എഴുതണം, പിന്നെ സ്ക്വയർ ബ്രാക്കറ്റിലായിട്ട് നമ്മൾ ഈ എലമെന്റ്സ് കൊടുക്കണം. എന്നിട്ട് പ്രിന്റ് നമ്പേഴ്സ് എന്ന് കൊടുത്താലും നമുക്ക് ഇവിടെ ഒരു സെറ്റ് രൂപീകരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇനി സെറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ട്യൂപ്പിൾ ആണെങ്കിലും ലിസ്റ്റ് ആണെങ്കിലും സ്ട്രിങ് ആണെങ്കിലും ഒക്കെ അതിൻ്റെ ഓരോ എലമെന്റുകളെയും അസോസിയേറ്റ് ചെയ്ത് ഒരു ഇൻഡെക്സിങ് ഉണ്ടാവും. ഇൻഡെക്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0, 1, 2, 3 അങ്ങനെയാണ്. പക്ഷേ സെറ്റിലെ എലമെന്റ്സുകൾക്ക് ഇൻഡെക്സ് ഒന്നുമില്ല. അതേപോലെ സെറ്റിന്റെ വേറൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് സെറ്റ് ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് എലമെന്റ്സിനെ അലൗ ചെയ്യുന്നില്ല. അപ്പം നമ്മൾ ഇവിടെ അഥവാ ഒരു ഇൻഡെക്സിങ് പോലെ കൊടുത്തത്, ഇപ്പൊ വവൽസ് അത് ഞാൻ AIOU എന്ന് പറയുന്ന ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ വവൽസ് ഓഫ് ഇൻഡെക്സ് ചെയ്ത് 2 പൊസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എറർ ആയിരിക്കും കിട്ടുന്നത്. ഇനി എനിക്ക് സെറ്റിലെ എലമെന്റ്സിലൂടെ കടന്നു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ തന്നെ ഒരുവിധപ്പെട്ട എല്ലായിടത്തും ഉപയോഗിച്ച് തന്നെ ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓരോ എലമെന്റും ഒരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്തിട്ട് ജസ്റ്റ് പ്രിന്റ് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമ്മൾ പലപ്പോഴും ഡ്യൂപ്ലിക്കേറ്റ്സ് എലമെന്റ്സ് റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിച്ചാൽ മതി, ഇതിനെ സെറ്റ് ആക്കി കൺവേർട്ട് ചെയ്യുന്നത്. കാരണം സെറ്റ് ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് എലമെന്റ്സിനെ ഒരിക്കലും ഓട്ടോമാറ്റിക് ആയിട്ട് റിമൂവ് ചെയ്യും. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇവിടെ ഞാൻ നോക്കുക, നമുക്ക് സെറ്റിലോട്ട് ഒരു എലമെന്റ്സ് ആഡ് ചെയ്യണം. അപ്പം ഞാൻ ആദ്യം ഈവൻ എന്ന് പറയുന്ന ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്തു. ഞാൻ എന്ത് ചെയ്തു, ഈവൻ ഡോട്ട് ആഡ് 6 എന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഈവൻ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എലമെന്റ് ഇതിനകത്തോട്ട് ആഡ് ആകുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ആഡ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു സെറ്റിലോട്ട് എലമെന്റ്സ് ആഡ് ചെയ്യും. അപ്പോൾ ഓർഡർ ഒന്നും ഇല്ല, എങ്ങോട്ട് വേണേലും ഇത് ആഡ് ആയി പോകാം. ഇപ്പൊ ഇവിടെ ഇടയ്ക്ക് മിഡിലായിട്ട് ഇത് കയറി ആഡ് ആയെന്നേ ഉള്ളൂ, ആഡ് ആകും, അത്രേ ഉള്ളൂ. അത് ഏതെങ്കിലും ഒരു പൊസിഷനിലായിരിക്കും. ഇവിടെ ഓർഡറിങ് ഇല്ലാത്തതുകൊണ്ട് ആ 6 എന്ന് പറയുന്നത് എവിടെയെങ്കിലും ആയിരിക്കും അത് ജോയിന്റ് ആയി കാണിക്കുന്നത്. എനിക്ക് മൾട്ടിപ്പിൾ ഐറ്റംസ് ആണ് ഒരു സെറ്റിലോട്ട് ആഡ് ചെയ്യേണ്ടെങ്കിൽ ഞാൻ ഉപയോഗിക്കേണ്ട മെത്തേഡ് അപ്ഡേറ്റ് മെത്തേഡാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാനൊരു ഓഡ് എന്ന് പറയുന്ന ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്തു. ഓഡ് ഡോട്ട് അപ്ഡേറ്റ് മെത്തേഡ് ആയതുകൊണ്ട് പരാൻതീസിസ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ സെറ്റ് എലമെന്റ്സ് ആയിട്ട് ഞാൻ 5ഉം 11ഉം കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ എനിക്ക് മനസ്സിലാവും, ഞാൻ പ്രിന്റ് ചെയ്ത് നോക്കുമ്പോൾ ഈ 5ഉം 11ഉം ഈ സെറ്റിൽ ആഡ് ചെയ്തതായിട്ട് കാണാൻ പറ്റും. അതേപോലെ തന്നെ എനിക്ക് ഒരു ഐറ്റം സെറ്റിൽ നിന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ ഞാൻ റിമൂവ് മെത്തേഡ് ഉപയോഗിച്ചാൽ മതി. ഞാൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് റിമൂവ് എന്ത് കൊടുത്തു, ഞാൻ കൊടുത്തു. ഒരു എലമെന്റേ ഉള്ളെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാം. മൾട്ടിപ്പിൾ എലമെന്റ്സ് ഉണ്ടെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഈ സെറ്റിൽ നിന്ന് റിമൂവ് ആകും. ഓക്കെ, ഇനി അഥവാ നമ്മൾ റിമൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഐറ്റം ആ സെറ്റിൽ ഇല്ല എങ്കിൽ കീ എറർ കാണിക്കും. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ കണ്ട ഇപ്പൊ ഞാൻ റിമൂവ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണല്ലോ എലമെന്റ്സ് റിമൂവ് ആയത്. ഇത് കൂടാതെ ഡിസ്കാർഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡും നമുക്ക് എലമെന്റ്സിനെ റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ ഉപയോഗിച്ച് കണ്ട പ്രൈംസ് എന്ന് പറയുന്ന ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്തു. ഡിസ്കാർഡ് 9 എന്ന് കൊടുത്തു കഴിഞ്ഞാലും എലമെന്റ്സ് എന്ത് ചെയ്യും, ഡിസ്കാർഡ് ആവും. ഓക്കെ, ഇനി ഇതിന്റെ പ്രത്യേകത മറ്റേതുമായിട്ട് എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ അഥവാ ഒരു എലമെന്റ് ഇതിനകത്ത് ഇല്ല എങ്കിൽ അത് എറർ കാണിക്കത്തില്ല. ഓക്കെ, ഇനി എനിക്ക് സെറ്റിലെ എല്ലാ എലമെന്റ്സും ക്ലിയർ ചെയ്ത് ഒരു എംപ്റ്റി സെറ്റ് ആക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രൈംസ് ഡോട്ട് ക്ലിയർ എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഈ എലമെന്റ് എല്ലാം എന്താവും, ക്ലിയർ ആവും. എന്നിട്ട് പ്രിന്റ് പ്രൈംസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു എംപ്റ്റി ലിസ്റ്റ് ആയിരിക്കും നമുക്ക് അവിടെ കാണിക്കുന്നത്. ഇനി എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ സെറ്റിനെ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി, ഡെൽ പ്രൈംസ് എന്ന് കൊടുത്താൽ മതി. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇത് റിമൂവ് ആവും. അപ്പോൾ അതിനുശേഷം ഞാൻ പ്രിന്റ് പ്രൈംസ് കൊടുത്തു കഴിഞ്ഞാൽ പണി കിട്ടും. കാരണം അങ്ങനെ ഒരു സെറ്റ് ഇല്ലല്ലോ. ഉടനെ നമുക്ക് എന്ത് കിട്ടും, നെയിം എറർ കാണിക്കും. കാരണം പ്രൈംസ് ഇല്ല, പ്രൈം ഈസ് നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞ് നമുക്ക് കാണിക്കും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സെറ്റിൽ പല ഓപ്പറേറ്റേഴ്സും സപ്പോർട്ട് ചെയ്യും. പ്രധാനമായിട്ടും റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എല്ലാം സപ്പോർട്ട് ചെയ്യും. പക്ഷെ അതിന് സെറ്റിൽ പ്രത്യേക മീനിങ് ഉണ്ട്. ലെസ് ദാൻ സിമ്പിൾ എന്ന് പറയുന്നത് സബ്സെറ്റ്, ഗ്രേറ്റർ ദാൻ സിമ്പിൾ എന്ന് പറഞ്ഞാൽ സൂപ്പർ സെറ്റ്. ഒരു സെറ്റും രണ്ട് സെറ്റുകൾ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് സൂപ്പർ സെറ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൊടുത്തു കഴിഞ്ഞാൽ പ്രോപ്പർ സബ്സെറ്റ്, പ്രോപ്പർ സൂപ്പർ സെറ്റ്, രണ്ട് സെറ്റും സെയിം ആണോ എന്ന് നോക്കാൻ ഡബിൾ ഈക്വൽ ടു, രണ്ട് സെറ്റും സെയിം അല്ല എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നോട്ട് ഈക്വൽ ടു. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാക്കാം.
ഉദാഹരണമായിട്ട് ഞാൻ ഇവിടെ ഒരു ഡിജിറ്റ്സ് എന്ന് പറഞ്ഞൊരു സെറ്റ് ക്രിയേറ്റ് ചെയ്തു, നാച്ചുറൽ എന്ന് പറഞ്ഞ വേറൊരു സെറ്റ് ക്രിയേറ്റ് ചെയ്തു, ഈവൻ നമ്പേഴ്സ് ഉള്ള ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്തു, ഓഡ് ഉള്ള ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്തു, പ്രൈം ഉള്ള ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്തു, കോമ്പോസിറ്റ് ഉള്ള ഒരു റൈറ്റ് ക്രിയേറ്റ് ചെയ്തു. ഞാൻ നോക്കുകയാണ് ഈവൻ ലെസ് ദാൻ നാച്ചുറൽ, ദാറ്റ് ഈസ് ഈവൻ സബ്സെറ്റ് ഓഫ് നാച്ചുറൽ ആണോ എന്ന് നോക്കുക. ഈവൻ സബ്സെറ്റ് ഓഫ് നാച്ചുറൽ എന്ന് നോക്കുമ്പോൾ ഈവനിൽ 0, 2, 4, 6, പക്ഷേ നാച്ചുറലിൽ 1, 2, 3 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇത് ലെസ് ദാൻ ആണോ, സബ്സെറ്റ് ആണോ? അല്ല, ഈവൻ സബ്സെറ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? ഫോൾസ് കിട്ടും. ഇനി അടുത്തത് നോക്കുക, ഓഡ് സബ്സെറ്റ് ഓഫ് ഡിജിറ്റ് ആണോ എന്ന് നോക്കണം. ഓഡ് 1, 3, 5, 7 ആണ്, ഡിജിറ്റ്സിൽ അതുണ്ട്, യെസ് ട്രൂ ആണ്. അപ്പം നമുക്ക് ട്രൂ എന്നുള്ള വാല്യൂ കിട്ടും. അങ്ങനെയാണ് ഈ ഓരോ ഓപ്പറേഷൻസും എടുത്തേക്കുന്നത്. കോമ്പോസിറ്റും ഈവനും തമ്മിൽ തുല്യമാണോ? അല്ല, കോമ്പോസിറ്റിനകത്ത് 4, 6, 8 ആണ്, ഈവനകത്ത് 0, 2, രണ്ടും തുല്യമല്ല. അപ്പോൾ ഫോൾസ് എന്ന് റിട്ടേൺ ചെയ്യും. അപ്പൊ അങ്ങനെയാണ് ഈ ഓരോ ഓപ്പറേഷൻസ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് പ്രോപ്പർ സബ്സെറ്റ് ആണോ എന്ന് നോക്കും. ഇപ്പൊ പ്രൈം പ്രോപ്പർ സബ്സെറ്റ് ഓഫ് എന്താണ്, ഓഡ് ആണോ എന്ന് നോക്കണം. ഓക്കെ, അപ്പൊ അത് എങ്ങനെയാണ് നോക്കുന്നത്? പ്രൈം നോക്കിയ 3, 5, 7, ഓഡിനകത്ത് അതെ പ്രോപ്പർ സബ്സെറ്റ് ആണ്. പ്രൈമിലെ എല്ലാ എലമെന്റ്സും ഓഡിനകത്തുണ്ട്, പ്രോപ്പർ സബ്സെറ്റ് ആണ്. അപ്പൊ ഇങ്ങനെയാണ് ഓപ്പറേഷൻസ്. ഇനി നമുക്ക് മാത്തമാറ്റിക്കലായിട്ടുള്ള യൂണിയൻ, ഇന്റർസെക്ഷൻ, ഡിഫറൻസ്, സിമെട്രിക് ഡിഫറൻസ് ഇതെല്ലാം സെറ്റിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഓപ്പറേഷൻസ്. എ ഒരു സെറ്റാണ്, ബി ഒരു സെറ്റാണെന്ന് വിചാരിക്കുക. അപ്പം ഞാൻ എ ഡോട്ട് യൂണിയൻ ബി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എ യൂണിയൻ ബി ചെയ്യും. എന്നിട്ട് റിസൾട്ടായിട്ട് എയും ബിയെ അഫക്റ്റ് ചെയ്യത്തില്ല, പുതിയൊരു സെറ്റായിരിക്കും അത് റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, ഇനി എ ഡോട്ട് ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിലും ബിയിലും വരുന്ന കോമൺ എലമെന്റ്സ് വേറൊരു സെറ്റിലോട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും, എന്നിട്ട് അത് ചെയ്യും. പക്ഷേ ഇന്റർസെക്ഷൻ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള വ്യത്യാസം എന്തുവാണെന്നറിയാവോ? എന്താ ഇന്റർസെക്ഷൻ ബി നടത്തിയിട്ട് എയിൽ ആ കോമൺ എലമെന്റ്സ് വരും, ദാറ്റ് ഈസ് എ അങ്ങ് മാറും. എയിൽ റിസൾട്ട് ആയിട്ട് എന്ത് വരും? എയിലും ബിയിലും വരുന്ന കോമൺ എലമെന്റ്സ് വരും. എ ഡിഫറൻസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എയിൽ നിന്ന് ബിയിലുള്ള എലമെന്റ്സ് എല്ലാം മൈനസ് ചെയ്തിട്ട് ബാക്കിയുള്ളത് വരും. അപ്പോൾ ഒരു ന്യൂ സെറ്റ് ആയിരിക്കും കിട്ടുന്നത്. അതല്ല, എയിലോട്ട് അത് സ്റ്റോർ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എ ഡോട്ട് ഡിഫറൻസ് അപ്ഡേറ്റ് എന്ന് കൊടുക്കാം. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾസ് വെച്ചിട്ട് ഈ കേസസ്, സിനാരിയോസ്, ഓപ്പറേഷൻസ് ഒക്കെ നമുക്ക് നോക്കാം. സപ്പോസ് ഒരു പോസിറ്റീവ് നമ്പേഴ്സിന്റെ ഒരു സെറ്റ് ഉണ്ട്, നെഗറ്റീവ് നമ്പേഴ്സിന്റെ വേറൊരു സെറ്റ് നിങ്ങൾ ഇവിടെ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ഓക്കെ, എന്നിട്ട് ഞാൻ നോക്കുകയാണ്. ഓക്കെ, ഞാൻ ഇനി നോക്കുകയാണ്, ഇവിടെ നോക്കുകയാണ് പോസിറ്റീവ് ഡോട്ട് യൂണിയൻ നെഗറ്റീവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ യൂണിയൻ ആവും, ഗ്രൂപ്പ് ആവും, എന്നിട്ട് അത് നമ്പേഴ്സിലോട്ട് സ്റ്റോർ ആവും. പ്രിന്റ് നമ്പേഴ്സ് എന്ന് കൊടുത്തു കഴിയുമ്പോൾ ഈ റിസൾട്ട് നിങ്ങൾക്ക് ഇവിടെ കാണും. ഇനി നമുക്ക് അടുത്ത നോക്കാം, ഇന്റർസെക്ഷൻ. അപ്പോൾ ഇവിടെ മൾട്രി എന്ന് പറയുന്ന ഒരു സെറ്റ് കാണുന്നുണ്ട്, നിങ്ങൾ ഇവിടെ മൾട്രി എന്ന് പറയുന്ന ഒരു സെറ്റ് കാണുന്നുണ്ട്, ഇവിടെ ഈവൻ എന്ന് പറയുന്ന വേറൊരു സെറ്റ് കാണുന്നുണ്ട്. ഇനി ഈവനും ഇന്റർസെക്ഷൻ മൾട്രി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈവനും ഇത് തമ്മിൽ കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് വരും. കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഏതാ? 6 കോമൺ ആയിട്ടുള്ള എലമെന്റ് ഉണ്ട്. വേറെ ഏതെങ്കിലും ഉണ്ടോ? 12 ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് എവിടെ വരും? ഈ മൾ 6 വരും. എന്നിട്ട് ഈ മൾ 6 പ്രിന്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 12ഉം 6ഉം ആയിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഞാൻ ഇന്റർസെക്ഷൻ അപ്ഡേറ്റ്, ഇപ്പൊ അടുത്ത എക്സാമ്പിൾ നോക്കാം. മൾ 15 എന്ന് പറയുന്നതിനകത്ത് ഇത്ര ഉണ്ട്, മൾ 5നകത്ത് ഇത്ര എലമെന്റ്സ് ഉണ്ട്. മൾ 5 ഡോട്ട് ഇന്റർസെക്ഷൻ അപ്ഡേറ്റ് മൾ 15 എന്ന് പറഞ്ഞാൽ മൾ 5ല് 5 അപ്ഡേറ്റ് ആവാൻ പോവുകയാണ്. എങ്ങനെയാണ് അപ്ഡേറ്റ് ആവുന്നത്? ഇതിനകത്തുള്ള കോമൺ എലമെന്റ്സ്. ഇതിനകത്തുള്ള കോമൺ എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0 രണ്ടിലും ഉണ്ട്, പിന്നെ 15 രണ്ടിലും ഉണ്ട്, 30 രണ്ടിലും ഉണ്ട്, 45 രണ്ടിലും ഉണ്ട്. സോ മൾ 5 എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? 0, 45, 30, 15 ആയിട്ട് മാറും. ക്ലിയർ? കാരണം എന്താ? അതിനകത്തുള്ള കോമൺ എലമെന്റ്സ് ആയിട്ട് ചേഞ്ച് ചെയ്ത് മൾ 5 എന്ന് പറയുന്നത് മാറും. ഇനി അടുത്ത ഒരു എക്സാമ്പിൾ നോക്കാം. മൾ 4നകത്ത് 4ഉം 8ഉം എന്താ 12 ഇങ്ങനെ എലമെന്റ്സ് ഉണ്ട്. മൾ 8ൽ 8ഉം 16ഉം ഇതും ഉണ്ട്. മൾ 4 മൈനസ് മൾ 8 നടത്തും. മൾ 4ൽ നിന്ന് മൾ 8 മൈനസ് ചെയ്യുകയാണ്. അപ്പം മൈനസ് ചെയ്ത് കഴിയുമ്പോൾ ഈ 8 ഇവിടുന്ന് പോകും അല്ലേ, പിന്നെ ഏതാ 16 ഇവിടെ നിന്ന് പോകും, പിന്നെ ഏതാ പോകുന്നത് -40 ഇവിടെ ഇല്ല. അപ്പം നമ്മളുടെ മൾ 4ൽ റിമൈനിങ് എന്തൊക്കെയുണ്ട്? ഈ 8ഉം 16ഉം അല്ലേ 12ഉം അല്ലേ പോത്തുള്ളൂ, ബാക്കി അല്ല 8ഉം 16ഉമേ പോത്തുള്ളൂ, ബാക്കി 4 ഉണ്ട്, 12 ഉണ്ട്, പിന്നെന്തുണ്ട്? -4 ഉണ്ട്, -12 ഉണ്ട്, -20 ഉണ്ട്. ഇത്രയും മൾ 4ൽ വരും. അപ്പം
മൾഫോർ ഒള്ളി ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കിയേ. അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടും? ആ ഡിഫറൻസിന്റെ റിസൾട്ട് മൾഫോർ ഒള്ളിയിലോട്ട് മാത്രമാക്കി. അപ്പം മൾഫോർ ഒള്ളിയിൽ ആ റിസൾട്ട് ഈ ഈ 5 എലമെന്റ്സ് നമുക്ക് കാണിക്കും. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സിമെട്രിക് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും. ഒന്ന് നമുക്ക് നോക്കാം. -3, -2, -1 അതാണ് നമ്പേഴ്സ് നാച്ചുറൽ. നമ്പേഴ്സ് ഡോട്ട് സിമെട്രിക് ഡിഫറൻസ് നാച്ചുറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സിമെട്രിക്കൽ എന്ന് വെച്ചാൽ കോമൺ എലമെന്റ്സ് എല്ലാം അങ്ങ് പോകും, ബാക്കിയുള്ളത് റിമൈൻ ചെയ്യും. ഇവിടെ നമ്മൾ നോക്കി, രണ്ടിലും കോമൺ ആയിട്ട് 1 ഉണ്ട്. ഓക്കെ, രണ്ടിലും കോമൺ ആയിട്ട് എന്തുണ്ട്? 2 ഉണ്ട്. രണ്ടിലും കോമൺ ആയിട്ട് എന്തുണ്ട്? 3 ഉണ്ട്. അപ്പം ഇത് രണ്ട് ലിസ്റ്റിൽ നിന്നും അത് രണ്ടും അങ്ങ് പോകും. ഓക്കെ, അപ്പോൾ ബാക്കി റിമൈനിങ് എലമെന്റ്സ് ആയിരിക്കും സിമെട്രിക് ഡിഫറൻസിന്റെ റിസൾട്ട് വരുന്നത്. സോ റിസൾട്ട് എന്തുമായിരിക്കും? ഫസ്റ്റ് സെറ്റിൽ നിന്നും -3, -2, -1 0 കിട്ടും. സെക്കൻഡ് സെറ്റിൽ നിന്ന് 4, 5 വരും. ഇതാണ് നമ്മുടെ സിമെട്രിക് ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് അടുത്ത വീഡിയോയിൽ കാണാം.